എന്താടി? വെജ്ജ തിരുമ്പി കജ്ജും കാലൊക്കെ കൊയ്യ. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ നിന്നതാണ്. എനിക്ക് ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടൂടെ? വെജാതെ ഈ കല്ലുമട്ട് ഇങ്ങനെ തിരുമ്പണ്ടല്ലോ. അതില് കൊണ്ടിട്ടാലൊന്നും വൃത്തിയാവൂല. ഞാൻ തന്നെ തിരുമ്പണം, എന്നാലേ അത് വൃത്തിയാവുള്ളൂ. അനക്കേ 2 നേരം മുറ്റടിച്ചു വരണം. ആകെ 2 നേരം തുടക്കും ഈ വെജാതെ. തിരുമ്പാനും എനിക്ക് 2 നേരം ഉണ്ടാവും. എന്തിനാ അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം? 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുടച്ചാൽ മതി. തിരുമ്പലും അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാ. അങ്ങനെയൊക്കെ ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവൂല. മക്കളൊക്കെ കല്യാണം കഴിച്ചൊക്കെ പോവും. അവസാനം നമ്മൾ 2 ഒറ്റക്കാവും. എനിക്കൊരു ചായ ഇട്ടരാനുള്ള ആരോഗ്യം ആണട്ടെ ലാസ്റ്റിക്ക്. അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ മരിച്ചിട്ടേ ഞാൻ മരിച്ചുള്ളൂ. എന്റെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം. ഇജയ് ആദ്യം എന്നെ മരിപ്പിച്ചാണില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകായിട്ടാണ്. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എടി, എനക്കൊന്നറിയോ, എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഇമ്മി എപ്പോഴും വായ്ക്കൂടി കൊണ്ടാ പാത്രങ്ങൾ എടുത്ത് എറിയ, തല്ല, എന്തൊക്കെയോ ഉണ്ടായിരുന്നു അറിയോ. പക്ഷെ കുട്ടിക്കാലത്ത് അതൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ പേടിയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞാണ് കളിച്ചാനൊക്കെ പോയി പുറത്ത് പോയി വരുമ്പോഴേ ഇപ്പം കൊലയും വരുന്നേ ചിരിച്ച് വർത്താനം പറഞ്ഞേക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ബലി ഇങ്ങനെ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഉപ്പാക്ക് തീരെ സുഖമില്ലാതായി, കിടപ്പിലായി. പിന്നെ ഉപ്പാന്റെ തീട്ടം മൂത്രവും എല്ലാം നോക്കുന്നത് ഉമ്മ ഒറ്റയ്ക്ക്. ഞങ്ങളെന്തെങ്കിലും ഉപ്പാക്ക് കൊണ്ടേ കൊടുത്താൽ ഇപ്പൊ പറയും ഓളെ വിളിച്ചേന്ന്. ഉമ്മ കൊടുത്തതേ ഉപ്പാക്ക് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാലം കുറെ കഴിഞ്ഞേക്കിന് ഇപ്പൊ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ ഉമ്മ ഒറ്റക്കായി എന്നല്ല, ഉമ്മക്ക് പിന്നെ എന്നും സങ്കടം, ഞങ്ങളോടൊന്നും സംസാരിക്കൂല, അങ്ങനെയൊക്കെയാണ്. ഞാൻ അമ്മാനോട് ദിവസം ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യം? ഇപ്പൊ പോയി അയച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ അമ്മ പറയണം, നിങ്ങളെപ്പോ പോയപ്പോൾ ഉപ്പാന്റെ കൂടെ ഞാനും കൂടെ പോയിക്കണമെങ്കിൽ ഇത്രക്ക് വിഷമം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മ എന്നോട് പറഞ്ഞത്. ഇതിലെനിക്ക് മനസ്സിലായത് എന്താ അറിയോ? ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ജീവിക്കണം മരണം വരെ. ആരെങ്കിലും ഒരാൾ ആദ്യം പോയാലേ മറ്റൊരാൾ ഒറ്റപ്പെടും. ആ ഒരു ജീവിതം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമുള്ളൊരു ജീവിതമാണ്.